കേക്ക് നക്കിക്കഴിഞ്ഞു, ഇനി സദ്യ നക്കട്ടെ. ക്ലിഫ് ഹൗസിലേക്ക് സമരം നയിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചു റൊട്ടിയാക്കി ജില്ലാ ജയിലിൽ ഇട്ടിരിക്കുന്ന സമയം. കുന്നംകുളം യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പിണറായിയുടെ പോലീസുകാർ മൃഗീയമായി സംഘം ചേർന്ന് മർദ്ദിച്ച് കർണപടം പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്ന ആ ദിവസം തന്നെ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടുന്ന ഒരു നാറി പിണറായി വിജയന്റെ അടുത്തിരുന്ന് സദ്യ തിന്ന് ഇല നക്കിത്തുടയ്ക്കുന്നത് കാണുക. തൻ്റെ പാർട്ടിയിലെ MLA-യും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാഹുലിനെ കള്ളക്കേസിൽ കൊടുക്കുവാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയൻ, ആ പിണറായിയുടെ ഓരം പറ്റിയിരുന്നാണ് ഇവൻ സദ്യ ശാപ്പിടുന്നത്. ജട്ടി വിപ്ലവത്തിൻ്റെ പടനായകൻ സതീശൻ. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി കൈപൊള്ളിയ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പെടുക്കാറായപ്പോൾ ആ ക്ഷീണം മാറ്റുവാൻ അയ്യപ്പ സംഗമം നടത്തുവാൻ പോകുന്നു. ഇതിൻ്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കിക്കുവാൻ ക്യാമ്പയിൻ നടത്തേണ്ടുന്ന ഈ കിഴങ്ങേശ്വരൻ പരിപാടിക്ക് തന്നെ ക്ഷണിക്കുവാൻ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും സംഘത്തെയും നാണം കെടുത്തി ആട്ടിപ്പായിച്ചു. മുൻകൂട്ടി അവർ അപ്പോയിൻമെന്റ് എടുത്തില്ല പോലും. അവർ വന്നപ്പോൾ സതീശൻ ശാപ്പാടടിച്ചുകൊണ്ടിരുന്നതിനാൽ കാണാൻ സാധ്യമല്ല എന്നും പറഞ്ഞവരെ ഇറക്കി വിട്ടു. അതോടെ അവരും എതിരായി. ഇടതുപക്ഷം വെച്ച ആ കണിയിൽ ഈ കിഴങ്ങേശ്വരൻ കുടുങ്ങി. ഇടതുപക്ഷം ആ സാധ്യതയും പ്രയോജനപ്പെടുത്തി. ഇവൻ പിണറായിയുടെ വെറും ചുണ്ണിക്കുട്ടനാണെന്നും വെറും ഇലനക്കിയാണെന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ ചിലരെങ്കിലും വിശ്വസിച്ചില്ല. കേരളത്തിൽ ഇത്രയും വിഷയങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു നേരത്തെ ശാപ്പാടെങ്കിലും വേണ്ടെന്ന് വെച്ചൊന്ന് പ്രതിഷേധിക്കുവാനുള്ള ആർജവം തനിക്കില്ലാതെ പോയല്ലോ സതീശ. ഒരു 150 രൂപയുടെ സദ്യയുടെ മുന്നിൽ നീ മൂക്കുകുത്തി വീണല്ലോ സതീശ. രാഹുലിനെ പണിഞ്ഞ് സൈഡ് ലൈൻ ആക്കുവാൻ ശ്രമിച്ച സതീശനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. അതുപോലെ സദ്യ ഞണ്ണുവാൻ പാഞ്ഞു നടക്കുന്ന സതീശനുള്ള പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഓണദിനത്തിൽ ഞങ്ങളത് സംപ്രേഷണം ചെയ്യുന്നതാണ്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പോളെന്നാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് ഏറ്റവും പ്രതിഷേധം തോന്നിയത് സതീശന്റെ അപ്രോച്ചിനോടാണ്. സതീശൻ ഏതാണ്ട് കോൺഗ്രസ് പോലെയാണ് അവിടെ അനൗൺസ് ചെയ്തത്. അവൻ രാജിവെച്ച് മതിയാവും, ആക്ഷൻ എടുക്കും. സതീശൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വലിയ ന്യായത്തിനും ഇതിനൊക്കെ ശ്രീതിനെതിരായിട്ട് ചാടിക്കയറി അങ്ങോട്ട് മുന്നേ പ്രതികരിച്ച ഈ ചാനലുകൾ പറയില്ലേ, ഞങ്ങളാണ് ആദ്യം വാർത്ത കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് ഞാനാണെങ്കിൽ എന്റെ അങ്ങോട്ട് ഗ്രാഫ് അങ്ങോട്ട് ഉയരും, എന്നെ എല്ലാവരും വലിയ അനുഷേധി നിലപാടിന്റെ അപ്പോസ്തോലൻ എന്നുള്ള രീതിയിൽ വാഴ്ത്തുന്നോർത്തു. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും ഇവിടെ അദ്ദേഹം ഒരു ഒരു വക്കീലാണ്, നിയമം അറിയാത്ത ആളല്ല. നിയമപരമായി ഒരാളെ കുറ്റം ആരോപിച്ച് പരസ്യമായിട്ട് അവഹേളിക്കുമ്പോൾ അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി അവിടെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് വെറും അന്തരീക്ഷത്തിൽ വന്ന ചില വാട്സപ്പ് ചാറ്റുകളുടെയും വോയിസ് ക്ലിപ്പുകളുടെയും വെളിച്ചത്തിലാണ് ഈ നടപടി എടുത്തേക്കണേ. സതീശൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വളർത്തുപുത്രിയ. എങ്ങനെയാണ് അവന് വളർത്തുപുത്രിയ? അതായത് മകളുടെ സമാനമായൊരു പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് അതിലങ്ങടെ വിശ്വസിച്ച് രാഹുലിനെതിരായിട്ട് തിരിയാണ്. ഇതില് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ അടുത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കം നിൽക്കാണ്. അപ്പൊ അതിൽ സ്കോർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് രാഹുലിനെ അങ്ങോട്ട് ബലി കൊടുത്തിട്ട് ഞാൻ വലിയ ആളാവാന്നുള്ള ധാരണയാണ്. ഇത് സതീശനെ സംബന്ധിച്ചോളം ഇതുവരെ ആൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാത്തിനും എതിരായിട്ട് അങ്ങേരുടെ ഗ്രാഫ് താഴേക്ക് വീണ് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല പിന്നെ ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിനോടും തല്ലുകൂടി കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാക്കി അത് കിട്ടാണ്ട് വന്നിപ്പോ വീണ്ടും മുഖ്യമന്ത്രി ആവാനുള്ളൊരു സ്ഥാനം നോക്കി നടക്കുന്ന ഒരാളാണ്. ഇവരൊന്നും അല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആവേണ്ടതും. നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, അപ്പൊ അവര് കയറി വരട്ടെ. ഇതിൽ കളിച്ച് രാഷ്ട്രീയം കളിച്ച് ഇവരൊക്കെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുതുകാൽ വെപ്പാണെന്ന് കോൺഗ്രസില് സതീശനും രമേശ് ചെന്നിത്തലയും തെളിയിച്ചു. അതിന്റെ കൂടെ നിന്ന സംഭവം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയാലും അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ആളിപ്പോ കയറി വന്നുള്ളൂ സഹായനായിട്ട്. അപ്പൊ ആള് കൂടെ നിന്നു. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിലൊരു മാറ്റം വരുത്തിയത് സ്വാഗതാർഹമാണ്. ഏതൊരാളെയും വിധിക്കുന്നതിന് മുമ്പ് അങ്ങേർക്ക് പറയാനുള്ളത് കേൾക്കണം, ആൾക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടോന്ന് നോക്കണം. ഇപ്പൊ സതീശൻ
UAE പോയിട്ടുണ്ട്. ഒരു ചാനലിൽ ഒരു ന്യൂസ് ഇടാണ്, അവിടെ പോയി കള്ളവെടിക്കാണ് അയാൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ രാജിവെക്കുമോ? അപ്പൊ രാജിവെക്കണം. അതാണ് അങ്ങേരുടെ നിലപാടനുസരിച്ച്. അത് എന്താണ് ശരി തെറ്റെന്ന് നോക്കണ്ട. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാജിവെക്കണം. അതിന് തയ്യാറാവോ? ഇതിക്ക് മുമ്പ് M. വിൻസെന്റിന്റെ കേസിലും കുന്നപ്പള്ളിയുടെ കേസിലൊക്കെ ഇവർ ഈ സ്റ്റാൻഡ് എടുത്തില്ല. അപ്പൊ സൗകര്യമുള്ളതിൽ സ്റ്റാൻഡ് എടുത്തു. ഇനി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നോക്കണ്ട, കാരണം അവർക്ക് അത് അങ്ങനെ ഒരു സ്റ്റാൻഡേ ഇല്ല. ഒരു സ്റ്റാൻഡും ഇല്ലാത്ത പിണറായിക്ക് സ്തുതി പാടാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് DYFI എന്ന സംഘടന. പിണറായി മുള്ളാൻ പറഞ്ഞ അപ്പൊ മുള്ളും, തൂറാൻ പറഞ്ഞ അവിടെ ഇരുന്ന് തൂറും. അതല്ലാതെ DYFIയിലെ വസീഫിനോ മറ്റു നേതാക്കൾക്കോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കോ ഒരു സ്വന്തമായ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇതോ ആ പാർട്ടിയിലില്ല. അത് എല്ലാവർക്കും മനസ്സിലാവും. BJPയിൽ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പിന്നെയും പറയാൻ പറ്റും. കേന്ദ്രത്തിലല്ല, കേരളത്തിൽ തല്ലുകൂടിയിട്ട്. അതുപോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ അവർക്ക് ഒരു എരേനെ സതീശനും ഇത് ഇങ്ങനെ ഒരു എരയായിട്ട് കൊണ്ടുപോയി വെച്ചു. എനിക്കൊരു സംശയമുണ്ട്, പിണറായിയുടെ കൊട്ടേഷനിൽ സതീശനും രമേശ് ചെന്നിത്തലയും അയാളുടെ കാശ് വാങ്ങിച്ച് ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടത്. ഇപ്പൊ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് തെളിയിക്കപ്പെടാൻ അതുവരെ കാത്തു നിൽക്കണം. സതീശൻ വിചാരിച്ചത് സതീശൻ അവിടെ പോയിട്ട് ഇത് നടത്തിയോണ്ടാണ്, രാഹുലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അയാൾ ജയിച്ചത്. അതൊക്കെ അങ്ങേരുടെ മൂഢ സ്വപ്നമാണ്. അങ്ങേരൊന്നും ആ വിജയത്തില് ഒരു 0.1% വേണമെങ്കിൽ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനാണ് സ്വയം വീർപ്പിച്ച് കെട്ടിയ ഒരു ഇതും വെച്ചുകൊണ്ട് നടക്കുന്ന സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ജനം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നു. ഞാൻ പഴയൊരു കോൺഗ്രസ്സുകാരനാ. ഞാൻ 73, 78 KSUവിന്റെ റൈസ് കോളേജിലത്തെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന ഒരാളാണ്. എനിക്കറിയാം. പക്ഷെ അന്നത്തെ സമവാക്യങ്ങളൊക്കെ മാറി. അന്ന് AK ആന്റണിയും കരുണാകരനുമായിരുന്നു. അവരുടെ കൂടെ നിന്ന്, കരുണാകരന്റെ കൂടെ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റിയ രമേശ് ചെന്നിത്തല അവസരം വന്നു കഴിഞ്ഞപ്പോൾ കരുണാകരന് കാല് വെട്ടിയിട്ട് അത് തന്നെ KC വേണുഗോപാൽ. ഇവരുടെയൊക്കെ ചരിത്രം അതാണ്. അപ്പൊ അവരെ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. സതീശന് അങ്ങനെ ഒരു ചരിത്രം പരസ്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ സതീശനും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രാഹുൽ തിരിച്ചു വരണം. രാഹുൽ പാലക്കാട്ട് പോയിട്ട്, പാലക്കാടൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ജനങ്ങൾ രാഹുലിന്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി മറിച്ചൊരു കാര്യങ്ങൾ ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ട്. അത് തന്നെ ഒരു തെറ്റായതാണ്. പീഡിക്കപ്പെട്ടവരെ അന്വേഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ശരിയായ സ്ത്രീ പക്ഷത്താണെങ്കിൽ കേരളത്തിൽ ധാരാളം പെണ്ണുങ്ങൾ ബലാത്സംഗത്തിനിരയായിട്ട് ഗർഭചിത്രം ചെയ്യുന്നുണ്ട്. ആ എല്ലാ കേസും എടുത്ത്, എല്ലാവരും കുറ്റക്കാരാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ കേസുകളും അന്വേഷിച്ച് അവർക്കൊക്കെ എതിരെ നടപടി എടുക്കുകയാണെങ്കിൽ ഇത് നിൽക്കും. അല്ലാതെ ഒരു രാഹുലിന് മാത്രമല്ല, എല്ലാവരും ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ അന്വേഷിക്കണം. DGP അങ്ങനെ ഒരു ഇതാണ് ചെയ്യേണ്ടത്, ഒരു കേസ് ഏറ്റെടുത്തിട്ട്. കാരണം ഈ ചാനൽ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ധാരാളം പേര് ഇങ്ങനെ പീഡിക്കപ്പെടുന്നുണ്ട്, ഗർഭചിത്രം ചെയ്യുന്നുണ്ട്. അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ ഓരോരുത്തർക്കെതിരെ, രാഷ്ട്രീയക്കാരായാലും ഉദ്യോഗസ്ഥരായാലും സാധാരണക്കാരായാലും അവർക്കെതിരെ നടപടി എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ശ്രീപക്ഷ ഒരു ഗവൺമെന്റ് എന്ന് മാർക്സിസ്റ്റ് പിണറായിക്ക് തന്റെ ഗവൺമെന്റിനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ സ്വന്തം പക്ഷ ഗവൺമെന്റ് എന്ന പേരിലാണ് ഇപ്പൊ ജനങ്ങൾ പിണറായിയുടെ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. റോസമ്മ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന വലിച്ചു രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നെന്ന് കേട്ട വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എത്ര സന്തോഷമാണെന്നറിയാം ഇത് കേട്ടപ്പോൾ. ഞങ്ങളൊക്കെ സങ്കടം കൂടെ കരച്ചിലായിരുന്നു ഞങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളടുത്ത എഫക്ട് എത്ര വലുതായിരുന്നു. നിങ്ങൾ ഈ ഒരു ചാനൽ മാത്രം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പിന്താങ്ങി നടക്കുകയും ചെയ്തു. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു, ഇവിടെ ഒരു കോൺഗ്രസിൽപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റും.
പറ്റി പറഞ്ഞു. അതൊക്കെ തലയൂരി പോരും, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്ന് പറഞ്ഞു. ആ അമ്മയുടെ വേദനയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്, അമ്മയുടെ വേദന. മറ്റെന്തിനിങ്ങനെ ഇവിടെ കൂട്ടത്തിൽ കൂടെ ഈ ചില അമ്മായിമ്മമാരും മരുമക്കളും തമ്മിലുള്ള പോര് പോലെയാണ് കോൺഗ്രസിൽ. ഇപ്പൊ ഇവര് നശിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയും ഇതൊന്ന് കരകയറി വരാൻ നോക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് ഒരു നല്ല ഭരണം വരാൻ വേണ്ടി, കോൺഗ്രസിന് നല്ല ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെന്തിനെങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾക്കൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാതെ? എല്ലാത്തിനും ഇതുപോലെ തന്നെയായിരുന്നു. നിങ്ങൾ മാത്രം ഈ ഒരു ചാനൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് വാർത്ത നടത്തിയിട്ടുള്ളൂ. വളരെ നന്ദിയുണ്ട് അതിന്, വളരെ നന്ദി. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പിതാവിന് വേണ്ടി ഇതുപോലെ തന്നെയായിരുന്നു പ്രാർത്ഥന. അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ കണക്കെ ഇതും ഞങ്ങൾക്ക് അമ്മയുടെ വേദന ഓർക്കുമ്പോഴാണ്. അല്ലാതെ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കുകയല്ല. തെറ്റ് ചെയ്തുവാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ. തെറ്റ് ചെയ്യാവുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് ഇത്ര ക്രൂരത കാണിക്കുക. അവളുമാരെ വെറുതെ വിടരുതെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ കൈ കിട്ടുവാണെങ്കിലുണ്ടല്ലോ അവളുമാരെയൊക്കെ എന്തിനാ ചവിട്ടിക്കൂട്ടിയെന്ന് സത്യം പറയാം ഞാൻ. കാരണം ഞങ്ങൾ ജയിലിൽ കയറേണ്ടി വന്നാലും ശരി അവളുമാർക്കോട്ട് ഞങ്ങൾ കൊടുത്താലും ഞങ്ങൾ തീർച്ച. ഇതാരാണ് കെട്ടിച്ചമച്ചെങ്കിലും ഈ കള്ളക്കഥ ഉണ്ടാക്കിയതും നമ്മളുമാർ ആ സിസ്റ്റർമാർ ചെയ്ത് ഇതുപോലെ തന്നെയായിരുന്നു. 5-6 വർഷത്തിന് ശേഷം ആ വീടാണ് കേസും കൊണ്ട് പിതാവിൻ്റെ എതിരെ വന്നത് എന്ന് പറഞ്ഞ കണക്ക ഇതും വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണെന്നും പറഞ്ഞപ്പോൾ പുള്ളിമാരെ കൈ കിട്ടുവാണെങ്കിലുണ്ട് ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കണം. മേലെ ഒരു മനുഷ്യരെ കുറിച്ച് ഇങ്ങനത്തെ തോന്നിവാസം പറയരുത്, അനാവശ്യങ്ങൾ പറയരുത്. അതാണ് വിളിച്ചത്. ഇനി അതാണ് വിളിച്ചത് കൊണ്ടുവരേണ്ടത്. ഇതിനെ രക്ഷപ്പെടുത്തി ഇതിനെ കൊണ്ടുവന്നു. പക്ഷേ അവളുമാരെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇതെന്തിനു വേണ്ടിയിട്ട് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളുമാർക്കോട്ട് കൊടുക്കണം വെച്ചിട്ട് നാളെ മേലാക്കും ഒരു നേതാക്കന്മാരുടെ ഒരു നിരപരാധികളുടെ മേലെ ഇതുപോലുള്ള കേസുകൾ കൊണ്ടുവരാൻ പാടില്ല. എന്റെ പേര് ബിജി എന്നാണ്, മാവേലിക്കരയെന്ന് വിളിക്കുക. സാറേ, ഈ മാങ്കൂട്ടലിനെ പറ്റി ഒരു വളരെ വിഷമമുണ്ട്. കാരണം ഈ സതീശനും രമേശ് ചെന്നിത്തല എല്ലാവരുടെ പറ്റിച്ച പണിയാണ്. അവർ പുള്ളിയോടൊന്ന് ചോദിക്കാതെ പോലുമാണ് അവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അത് വലിയ കഷ്ടമായിപ്പോയി സാർ. സാറിനെ പോലുള്ള ആൾക്കാരിങ്ങനെ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. സാറിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ സാർ. ഞാൻ മാവേലിക്കരയുള്ള ആളാണ്. എനിക്കറിയാം രമേശ് ചെന്നിത്തല ആരാന്നൊക്കെ ഉള്ളത്. അവന് ഓരോ വോട്ട് പോലും അരിപ്പാട്ട് വല്ല അവൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ വോട്ട് പോലും അവന് കിട്ടാൻ പോകുന്നില്ല. അവൻ കഴിഞ്ഞ പ്രാവശ്യം അവൻ കഷ്ടിച്ചാണ് ജയിച്ചത്. ഇനി അവൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഈ സതീശന് ഇവർ രണ്ടുപേരുടെ പ്ലാനായിരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും നടക്കത്തില്ല സാറേ. ഇവനെയൊക്കെ അടിച്ച് ഓടിക്കും. ഇവിടെ വോട്ടിന് വേണ്ടി ഇവിടെ വീട്ടിലങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിച്ച് ഓടിക്കും ഇവനെയൊക്കെ. അത് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമവും ഒരു വെറുപ്പുമായിപ്പോയി. ഇവരോടൊക്കെ വെറുപ്പായിപ്പോയി. ബിന്ദു കൃഷ്ണ, ഷാനി ഉസ്മാന്, ഉമാദോ അവരൊക്കെ ഭയങ്കര വലിയ ഇതായിട്ടുള്ള ആൾക്കാരല്ല. അവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവളെയൊക്കെ അടിച്ച് ഓടിക്കണം. ഇവളൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ, ജയിക്കുമല്ലോ എന്ന് നമുക്കറിയാം. ഇവളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമല്ലോ എന്നറിയാമല്ലോ. രമ അവർക്ക് എന്തോ ഇതുള്ളത്, അവർ ഭർത്താവ് ചത്തെന്നുള്ള കെയറോപ്പല്ലേ ഉള്ളൂ അവർക്കുള്ളത്. അവർ വലിയ വാചകമൊക്കെ അടിക്കുന്ന കണ്ടു. ഇവളുമാരെയൊക്കെ അടിച്ച് ഓടിക്കണം ഇനി ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ. സതീശനും രമേശ് ചെന്നിത്തലയും വേണുഗോപാലുമാണ് ഏറ്റവും. വേണുഗോപാലിന്റെ വൈഫ് പറയുന്നില്ല. അന്ന് വേണുഗോപാലൻ സരിതയുടെ പുറകെ പോയപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. അവളിപ്പോൾ വലിയ പതിവ്രത ചമയുന്നവള്, വലിയ പതിവ്രത. ഭയങ്കരമാണ് സാറേ, ഭയങ്കര. സാറിനെ പോലുള്ളവർ ഇത് മുന്നോട്ട് ഇറങ്ങി സപ്പോർട്ട് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്. സാറിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്, വായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. എന്റെ പേര് തോമസ് എന്നാണ്. ഞാൻ സാറിന്റെ ചാനൽ സ്ഥിരമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുല്. അവന് നേരെ ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങള് സമൂഹത്തിൽ നിന്ന് ഉയരുമ്പോ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ, അതാ എനിക്ക് ഏറ്റവും സങ്കടം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ പോലെ ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതി. എന്റെ വീട് പെരുന്നാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന വായ്പൂർ എന്നുള്ള സ്ഥലത്താണ്. ഞാനൊരു ഒരു ശുശ്രൂഷകനും കൂടെ, ഒരു പാസ്റ്ററും കൂടെയാണ്. പക്ഷെ എനിക്ക് അല്പം രാഷ്ട്രീയത്തിൽ കൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സങ്കടകരമാകുന്ന കാര്യങ്ങൾ ചെറുക്കന് നേരെ വരുമ്പോ എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. കുറഞ്ഞ സമയം കൊണ്ട് അവൻ കിളന്നു വന്ന ഒരു പയ്യൻ. അവന് നല്ലൊരു ഭാവിയുണ്ട്. അത് ഈ കോൺഗ്രസ് തന്നെ ഇല്ലാതാക്കുന്ന എന്നുള്ളൊരു വേദനയാണ് എന്നെ ഇപ്പം ഭാരപ്പെടുത്തുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരോ BJPക്കാരോ പറയുന്നത് അത് അവരുടെ രാഷ്ട്രീയം. പക്ഷെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി അവൻ അടി വാങ്ങിച്ച് ജയിലിൽ പോയി. എല്ലാ നിലകളിലും ആ കുഞ്ഞ് വളർന്നു വരുന്ന സ്ഥാനത്ത് ഈ VD സതീശൻ കാണിക്കുന്ന അങ്ങേ അറ്റത്തെ കൊള്ളരുതാഴിയ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രമേശ് ചെന്നിത്തല, ഇവര് സത്യത്തില് ഈ പാർട്ടിയെ ഇല്ലായ്മ വരുത്തുക.
ഡൽഹി കിടന്ന് ഒരു ചെറുക്കൻ കിടന്ന് കഷ്ടപ്പെട്ട് BJPയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിന് കൈത്താങ്ങൽ കൊടുക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കുലം കുത്തുന്ന സാഹചര്യങ്ങളാണ് ഈ VD സതീശൻ കാണിക്കുന്നത്. VD സതീശൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ വന്ന് പിണറായി വിജയന്റെ ഒരു അടിമയെ പോലെ ആയിപ്പോയി പിന്നെ VD സതീശൻ. പിണറായി വിജയന്റെ അടിമയെ പോലെ ഈ കാലഘട്ടങ്ങളിൽ കാര്യങ്ങൾ കാണിക്കുന്നത്. അയാള് ആ പെണ്ണിന് വേണ്ടി പിന്നെ കേക്ക് മുറിച്ചു കൊടുത്ത് ഇനിയും അയാള് അവിടെ ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെ അറിയാം ഈ രാഹുലിന് വേണ്ടി കുഴി പറിച്ചത് ഈ VD സതീശൻ ഒറ്റ ഒരുത്തനാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, കോൺഗ്രസ് അധികാരത്തിൽ വരണം. പക്ഷേ KC വേണുഗോപാലും VD സതീശനും രമേശനും ഒരു കാരണവശാലും ജയിക്കരുത്. പിന്നെ 3 സ്ത്രീകള് അവർ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല. ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ തന്നെ ഒരു മേഡം കൂടെ ഉണ്ട്. അവര് രാഹുലിനെതിരായിട്ട് സംസാരിച്ച് ഒരൊറ്റ കുഞ്ഞ് ജയിക്കരുത്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരികയും വേണം, എങ്കിലേ കേരളം രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ രാഹുലിന് വേണ്ടി സാർ ചെയ്യുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും ഞാൻ രാത്രി ഏത് സമയത്തും ഇരുന്ന് സാറിന്റെ ചാനൽ ഞാൻ കാണുന്നുണ്ട്. സാർ ചെയ്യുന്ന സപ്പോർട്ട് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല സാറിന് എല്ലാ പിന്തുണ ഞാൻ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുലിനെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലോണം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് അടൂരൊന്ന് പോയി കുഞ്ഞിനെ കാണുമെന്ന് ഓർത്തിരിക്കുക. കാരണം എനിക്ക് 35 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട്. അവന്റെ സ്ഥാനത്താണ് ഞാൻ ആ രാഹുലിനെ കാണുന്നത്. അതുപോലെ തന്നെ ഷാബി പറമ്പിലെ, ചാണ്ടി ഉമ്മനെ, പിന്നെ ശബരിനാഥ്, അതുപോലെ തന്നെ BT ബൽറാം, വിഷ്ണുനാഥ്, ഇതുപോലെ യുവതലമുറ വളർന്നു വരണം. യുവതലമുറ വളർന്നു വന്നെങ്കിൽ ഗ്രൂപ്പിസം ഇല്ലാതെ പോരത്തുള്ളൂ. ഈ ഗ്രൂപ്പിസം ഇല്ലാതെ വന്നാൽ കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പ് കളിച്ചുകൊണ്ടാണ് ഇവർ കാണിക്കുന്ന എല്ലാ പരിപാടിയും. ഇവർ 3 പേര് ഒരു കാരണവശാലും ജയിക്കരുത്. അത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരു കാരണവശാലും അവർ നിയമസഭയ്ക്ക് അകത്ത് ഇനി കയറരുത്. ഉള്ളിടത്തും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിയമസഭയ്ക്ക് അകത്ത് അവർ കയറരുത്. അതിനാണ് ഇവിടുത്തെ കോൺഗ്രസ് ചെയ്യേണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം. ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിലമ്പൂരിന്നാണ്. ഞാൻ ഫാത്തിമയാണ്. ഈ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെക്കനാണ്. ആ ചെക്കനെ പറ്റി സാപ്പിനെ പറ്റി അറിയാത്ത ഒരു മനുഷ്യന്മാർ ഈ ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കാട്ടണം, അസൂയി കണ്ടിയില്ല ആൾക്കാർ പല പരദോഷണം പറഞ്ഞുണ്ടാക്കണം. ആദ്യം കൊടുക്കേണ്ട പേര് ആരെ പേരെന്നറിയാം. ഈ സ്ത്രീകളുണ്ടല്ലോ ഒരുമ്പട്ട് ഇറങ്ങി ഉസുറും പുളിയും നാണോ മാനോ അല്ലാതെ ഡ്രസ്സ് പോലും ഇല്ലാതെ ഇതിന് ഇറങ്ങി തിരിച്ച് ഇവരെല്ലാം നക്കാപ്പിച്ച പൈസ വാങ്ങി വെച്ചങ്ങാണ്ട് ഈ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം ആങ്ങളാരെ പോലെ കൊണ്ടു നടക്കേണ്ട കുട്ടികളെ മേത്തില് ഓരോരോ കള്ളക്കേസിന് പൈസയും വാങ്ങി വെച്ചങ്ങാണ്ട് കുത്തിരിക്കണ ചെറ്റകളുണ്ടല്ലോ, ആദ്യം ആ സ്ത്രീകളെ പിടിച്ചാണ് ജയിലിടാൻ നോക്കി. എന്നിട്ട് അതിന്റെ പിന്നിലാരാണോ കളിച്ചിട്ടുണ്ട് ഓലെ പിടിച്ചാണ് ജയിലിടണം. എന്താ വെച്ചാല് ഈ പിണറായി വിജയൻ ആരാ? ഈ പിണറായി വിജയനും ഓന്റെ പാർട്ടിയും കൂടിയങ്ങാണ്ട് എന്തെല്ലാം ഇപ്പൊ മറ്റവനെ കാട്ടി, സാപ്പിനെ കാട്ടി. സാപ്പി എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ആ ചെറുക്കൻ അവിടെ കാട്ടി ഓല് എന്തെല്ലാം ചെയ്തു വെച്ചു. ഇനി ഓലൊന്നും ഓർത്തോട്ടെ, ഓല് എന്തൊക്കെ കളി കളിച്ചാലും ചോറ് തിന്നണ മനുഷ്യന്മാരാണ് ഇത് കണ്ടു നിൽക്കുന്നത്. ഇത്ര പോന്ന കുട്ടിക്ക് പോലും അറിയാം ഇവലെ ഈ വർഗീയത തുപ്പണ ഈ വിഷങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജയിച്ചൂല. ഓല് ഈ കോൺഗ്രസിനെ പറ്റി എല്ലാരും കൂടി ജയിപ്പിച്ചു. ഞാൻ ഫയർ കോൺഗ്രസ് തന്നെയാണ്, 45 വയസ്സുണ്ട്. പക്ഷെ ഈ കുറച്ച് പിണറായി വിജയനെ എല്ലാവരും നന്നു എന്ന് കരുതിയാണ് ഓന് വോട്ട് കൊടുത്തീനി. പഴയ കോൺഗ്രസിന്റെ ആളാണ് ഞാൻ, അടിത്തറ ഫുള്ള് കോൺഗ്രസ് തന്നെ. പക്ഷെ ഇനി ഒരിക്കലും കിട്ടൂല ഈ വോട്ട് എന്ന് പറഞ്ഞാൽ. ഇനി ഒരിക്കലും ഓല് ജയിച്ചു എന്ന് ഓല് കരുതേണ്ട. ഓല് എന്ത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടോ കള്ളക്കേസ് കുടുക്കി ഉണ്ടാക്കിയിട്ടും ഓൽക്ക് ഒരിക്കലും ഇതിന്ന് ഓൽക്ക് വോട്ട് കിട്ടുന്ന കരുതണ്ട. പിന്നെ ഒന്ന് BJP. ഈ BJPക്ക് ഇത് പറയാൻ രാഹുലിനെ പാലക്കാട്ട് എത്തിച്ചൂല. എന്ത് യോഗ്യതയാണ് ഈ BJPക്ക് ഉള്ളത്? ഇവര് ആരെ പറഞ്ഞാണ്ട കള്ളത്തരത്തിൽ പെടുത്തുന്നത്? ആരെ വലിയ ഒന്നും പാടാത്ത ഒന്നും അറിയാത്ത നിരപരാധി കുട്ടികളെ മേത്തക്ക് ഐറ്റങ്ങളെ വളർച്ച കണ്ടിട്ട് ഐറ്റങ്ങളെ മേത്തക്ക് ഓരോരോ കുറ്റങ്ങളും കാരണങ്ങളും പറഞ്ഞുണ്ടാക്കിയാണ് ഐറ്റങ്ങൾ നശിപ്പിച്ചാൽ നോക്കുക. ആരും ഇവിടെ ഈ നാട്ടിൽ നിൽക്കുന്നവരാരും കണ്ണുപൊട്ടന്മാരോ ചെവിയില്ലാത്തവരോ അല്ല. പണ്ടത്തെ മാതിരി എല്ലാം അടച്ചിടാൻ പറ്റൂല. ഇപ്പൊ എവിടെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ കള്ളത്തരവും പൊളിയുന്ന കാലാണ്. ഇവരെന്താ കരുതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഓരോരോ പരദോഷണം പറഞ്ഞുണ്ടാക്കി ഓനെ രാജിവെപ്പിച്ചാന്ന്? ഒരിക്കലും ഓൻ രാജിപ്പിച്ചാൻ പാടില്ല. ഓൻ ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കണം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടോ ജനിച്ച നാട്, അവിടേക്ക് പോകാൻ പാടില്ല. പോകാൻ പാടില്ല. ഈ ചെറ്റകൾ തന്നെ പറയട്ടെ, ഈ ചെറ്റകൾക്ക് എന്താണ് ഇനി യോഗ്യത അധികാരം ഉള്ളത്? കുറെ ദിവസങ്ങളെ എനിക്ക് വിളിച്ചിട്ടേ എനിക്ക് ഓരോരുത്തരുടെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളും ചെറുപ്പക്കാരൻ തന്നെ, നിങ്ങൾ അഞ്ചന്മാരെ കൂട്ടത്ത് കൂട്ടിയിട്ട് ഈ ചെക്കന്മാരെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി രക്ഷപ്പെടുത്തണം. പിന്നെ ഇവലെ പേരിൽ കുറ്റവും പരിദോഷണം പറഞ്ഞുണ്ടാക്കിയാണ്ട് ഇവലാണ്ട് BJP മാർക്സിസ്റ്റ് ഇവിടെ ഭരിച്ചെടുക്കുന്നു അവർ കരുതിയിട്ടുണ്ട്. ഒരു
ഒരിക്കലും വലിച്ചെടുക്കുന്ന ഓരോ എല്ലാ അഭിനയവും അടവും എല്ലാവർക്കും അറിയാം. ഐറ്റങ്ങളെ വളർച്ച കണ്ട് സാപ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വളർച്ച കണ്ടുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇയാതി ചെറ്റത്തരം കാട്ടി പറഞ്ഞു നടക്കുന്നത്. എല്ലാരും ചോറിനെ സാറേ തിന്നണത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുത്തര പോകുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകും ഇവർക്കാർക്കും യോഗ്യതയില്ല. ഓൻ ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് രാഹുൽ മാങ്കൂട്ട അവിടെ തന്നെ കൊണ്ടേയിരുത്തണം. അതിന്റെ തള്ളതൊക്കെ കണ്ടിരിക്കണ്ടല്ലോ. എത്ര വേദന ഉണ്ടാവും, സഹിച്ചോ വേദന? ആർക്കന്നത്തെ കാലം പ്രേമല്ലാത്തത്? ഒന്നും വേണ്ട, നമ്മളെ ഉമ്മൻചാണ്ടി സാറെ കാട്ടിയോ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ? ആ 10-70 വയസ്സായ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് സരിതക്ക് 10 കോടി കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ഉമ്മൻചാണ്ടി സാറിനെ എന്താ കാണിച്ചിട്ടില്ല ഈ പിണറായി വിജയൻ? ഓൻ ആട്ടി തുപ്പി അവിടുന്ന് ഇറക്കി, ജനങ്ങൾ കൂടി അടിച്ചിറക്കി അവിടുന്ന്. എന്ത് വന്നാലും വേണ്ടിയില്ല. അവിടുന്ന് ആ ദീ തന്നെ ഓൻ ഇരിക്കാൻ പാടില്ല. കാരണം ഞങ്ങളൊക്കെ ബഹുമാനിച്ചു ഓനെ. ഇനി ആര് ബഹുമാനിച്ചും ഓനക്കില്ലേ മക്കള്? ഓൻ എല്ലാ കള്ളത്തരം വീഴ്ചയോ എല്ലാം കാട്ടിങ്ങാണ്ട് അവിടെ പോയി സ്റ്റാഫിനെ തടയിപ്പിച്ചു കൊണ്ട് ആൾക്കാരെ കൊണ്ട് ഇവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ഇറക്കൂലെന്ന് BJP കൊണ്ട് ഇവരൊക്കെ എന്താ കരുതിയിട്ടുള്ളത്? ഇപ്പൊ നാളെ സരിതാന്റെ ഞാൻ ചാനലിൽ കണ്ടോള് പറയുന്നത് എനിക്ക് 10 കോടി തരാന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറെ കൊണ്ട് ഇങ്ങനെ പറയിച്ചു. ഇതൊക്കെ നമ്മൾ കാണല്ലേ? ആ പോയ സ്ത്രീയോ സ്വന്തം ബാപ്പാന്റെ ഇന്നിന്റെ പേരിൽ ഇത്രയും പരദോഷണങ്ങൾ പറഞ്ഞ നടക്കാൻ പോയി പണത്തിനും വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഈ ചെറ്റകൾ ഉണ്ടാവില്ല. പിടിച്ചാലും തന്നെ പറയാം, പച്ചത്തിറ തന്നെ പറയാം. പെണ്ണുങ്ങളിടുന്ന ഡ്രസ്സ് പെണ്ണുങ്ങളിടണം, ആണുങ്ങളിടുന്ന ഡ്രസ്സ് ആണുങ്ങളിടണം. എന്നിട്ട് ഇവർക്ക് ഈ കോടി മാറ്റാൻ വേണ്ടി ഫേമസ് ആകാൻ വേണ്ടിയിട്ടും ഒരു ചാനലിന്റെ മുന്നിൽ വന്ന് ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോന്നോർത്തോട്ടെ. ഇതൊന്നും ആർക്കും മനസ്സിലാകാതല്ല. എല്ലാവരും ഇവരൊക്കെ വെറുക്കേ ചെയ്യുള്ളൂ. വെറുക്കും അറക്കും ആട്ടി തുപ്പും. പക്ഷെ രാഹുൽ മാങ്കൂട്ടവും പിന്നെ സാഫിയും വളർന്നു വരുന്ന കുട്ടികളാ. ഐറ്റങ്ങളെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതിന് ഒരു തീരുമാനം എടുക്കണം. എനിക്ക് നിങ്ങളെ ഈ ചാനലിനോട് നിങ്ങളോട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്കും തന്നെ നല്ല തൃപ്തിയാണ്, നല്ല സ്നേഹമാണ്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ ആരും ഈ വൃത്തികെട്ട ചാനലുകാരെ മാതിരി പരദോഷണം പറയാനും കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിന് രക്ഷപ്പെടുത്തണം നമുക്ക്. കാരണം എല്ലാ ഒരു തെളിവും ഇല്ലല്ലോ. കള്ള നോണയും പറഞ്ഞുകൊണ്ട് പരദോഷണം പറഞ്ഞുണ്ടാക്കല്ലോ ഓരോന്ന്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ഈ സംഘികളുണ്ടല്ലോ ഓൽക്ക് പിച്ച് ചീന്താൻ കൊടുക്കരുത്. പിച്ച് ചീന്തൂലോ അവനെ ഒരിക്കലും ചീന്താൻ കൊടുക്കുക. ഓനക്ക് ആയിരങ്ങളാണ് ഇന്നും അവന്റെ ഭാഗത്ത് സംസാരിച്ചത്. ലക്ഷങ്ങൾ, ആയിരങ്ങളൊന്നും പറ്റൂല, ലക്ഷങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന. അവർക്ക് തെറ്റില്ല. 2 വളർന്നു വരുന്ന മക്കളെ പേരിൽ ഉണ്ടാക്കുന്ന പരദോഷനാണ്. ഒന്നും കാണായിട്ടാണ് ഇപ്പൊ തങ്ങണ പച്ച തമ്മാടിത്തരം ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ സൗന്ദര്യമുണ്ട്, പ്രായമുണ്ട്, പക്വതയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അപ്പൊ ഓലെ കൂട്ടത്തിലാണ് കൂടുക. ഇതിൽ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട് കുറച്ച്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കാണുകയുള്ളൂ കേട്ടോ, എനിക്ക് സംശയങ്ങളേ ഉള്ളൂ. അങ്ങനെയുണ്ട്. പക്ഷെ മറ്റുള്ളത് ചെയ്യുന്നത് മുഴുവൻ ഈ 2 പാർട്ടിയും കൂടി കണ്ടാ ചെയ്യുന്നത്. വിട്ടുകൊടുക്കണ്ട സാറേ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മളെ കുട്ടികളോട് വളർന്നോട്ടെ, ദുനിയാവ് നിലനിന്നോട്ടെ. ദുനിയാവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇവിടെ നിൽക്കണം. എന്നെങ്കിലേ നമ്മളെ ഈ നാടിൽ സ്നേഹവും വാത്സല്യവും ഉണ്ടായി ഈ നാട് നിലനിൽക്കുള്ളൂ സാറേ. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിയിച്ചല്ല. പക്ഷെ എനിക്ക് അത്രേ പറയാൻ കഴിയുന്നുള്ളൂ. എനിക്ക് സങ്കടമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോരോ ഫോട്ടോകളും ഓരോന്നും കാണുമ്പോൾ, സാഫിനെ അവിടെ തടഞ്ഞൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഞമ്മക്കുണ്ട് മക്കള്, ഞമ്മക്കുണ്ട് ആങ്ങളമാര്. അതല്ല നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത്രയും തമ്മാടിത്തരം കേസുകളും പറഞ്ഞുണ്ടാക്കി പണം വാങ്ങി പോക്കറ്റിലിട്ട് വേണം നടക്കണ ചെറ്റ തെവിടിച്ചോളോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ. അധികം കാലം ഇജ്ജും വല്ല ജീവിതവും ജീവിച്ചൂല. ഈ കുഞ്ഞു മക്കളെ, ഒന്നും അറിയാത്ത മക്കളെ നല്ലോണം ഇത്രയും 2-3 കൊല്ലം കഴിഞ്ഞ സംഭവം തന്നെ ഇപ്പളമ്പഴുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനാകുമ്പോഴൊന്നും ഓനക്ക് ഓള് മോഹിച്ചിട്ട് ഓനെ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനതാ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓന്റെ പേരിൽ ഇത്രയും പരദോഷങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല. അങ്ങനെ കിട്ടി ഓന്റെ ഇപ്പൊ സുഖിച്ചിട്ട് ഇപ്പൊ എവിടേക്കോളം ഗർഭം പോയത്. എന്റെ ശ്യാം അടൂർ എന്നാണ് വിളിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ചാനൽ വളരെ ഇഷ്ടപ്പെട്ട ചാനലുമാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തില്ല, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇടിയും എല്ലാം കൊണ്ട് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് വളരെ കഷ്ടകരമായ ഒരു കാര്യമാണ്. ഈ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ജനങ്ങൾക്ക് സത്യത്തില് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ VD സതീശൻ ശരിക്കും ഈ മറ്റേ പാർട്ടിയുടെ ഒരു ബിനാമിയായിട്ട് വർക്ക് ചെയ്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ചെന്നിത്തല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണല്ലോ ഇപ്പം അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാഴാക്കുന്നത്. ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് പ്രതി ആകേണ്ടത്. കാരണം ആ കേക്ക് മുറിക്കുന്ന ഭാഗവും ഈ പെണ്ണുമായിട്ടുള്ള അടുപ്പവും പിതാവ് എന്നൊക്കെ പറയുന്നത് ഇത് വെറും മനുഷ്യനെ കളിപ്പിക്കാനുള്ള ഒരു സംഗതിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ VD സതീശനാണ് ഇതിനകത്ത് പ്രതിയാകുന്നത്. കാരണം ആ ഫ്രീ ആയിട്ട് കേക്ക് മുറിക്കുന്നു. അവർ നേരത്തെ എന്തോ പിതാവിന്റെ സ്ഥാനമല്ല, മറിച്ച് വേറെ ഭാഗമാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പൊ അത്രത്തോളം നമുക്ക് അയാളെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവനെ ഒന്നും ഇനി ഇലക്ഷൻ നിർത്തരുത്.
ഇലക്ഷൻ നിന്നാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ വർക്ക് ചെയ്യും. VD സതീശൻ എവിടെ നിന്നാലും അവനെതിരെ നമ്മളൊരു 10-25 പേരെയും കൂട്ടിപ്പോയി അവനെതിരെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ ഈ VD സതീശനെ രമേശ് ചെന്നിത്തല ഇതിന്റെ ആണിക്കല്ലെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ? KC വേണുഗോപാല. KC വേണു കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത്തരം പ്രവണതയാണ് വളരെ കഷ്ടവും പ്രയാസകരമായ കാര്യം. അപ്പം ഈ പാവം പിടിച്ച മനുഷ്യർ, ചെറുപ്പക്കാർ എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസിനകത്ത് നല്ല സൂപ്പർ താരങ്ങളുണ്ട്. അവരെയൊന്നും കൊണ്ടുവരാതെ ഈ പടുകളവന്മാര് ഇത്തരം പ്രവണത ചെയ്തത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. അത് ഇനി ഇവന്മാരെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ തീർച്ചയായിട്ടും ബോധവാന്മാരാണ് ജനങ്ങള് ഇവർക്കെതിരെ പ്രതികരിക്കും. ഇവര് എവിടെ ഇലക്ഷൻ നിന്നാലും അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങള് തയ്യാറായി കഴിഞ്ഞിരിക്കുക ഇപ്പൊ തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഇവരെവിടെ നിന്നാലും അവർക്കെതിരായിട്ട് നമ്മൾ പോയി പ്രവർത്തിക്കും. നമ്മളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് VD സതീശനെതിരെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എവിടെ ഇലക്ഷൻ നിന്നാലും. കാരണം അവനാണ് ഈ നാശങ്ങളെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ കുറെ സ്ത്രീകൾ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവരിതിനു വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അത് അവരുടെ ജോലിയാണ്, അതൊക്കെ. പക്ഷേ ഈ കോൺഗ്രസിലെ ഈ കളവന്മാർ കാണിക്കുന്ന ഈ വൃത്തികെട്ട നയം മാറ്റിയിട്ട് ചെറുപ്പക്കാർ ഇതിനകത്ത് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.